നമസ്കാരം, ജയപ്രഭയാണ്. ഏവർക്കും ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് സ്വാഗതം. ശനിയാഴ്ച 2024 സെപ്റ്റംബർ 28 ശനിയാഴ്ചയാണ് കന്നിമാസത്തിലെ ആയില്യം. സർപ്പങ്ങൾക്ക്, അതായത് നമ്മൾ കൺകണ്ട ദൈവമായിട്ട് കരുതുന്ന സർപ്പങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം. ശിവന് തിരുവാതിര പോലെ, മഹാവിഷ്ണുവിന് തിരുവോണം പോലെ, ശ്രീകൃഷ്ണന് രോഹിണി പോലെ, സുബ്രഹ്മണ്യസ്വാമിക്ക് പൂയം പോലെ വളരെ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് സർപ്പങ്ങൾക്ക് ആയില്യം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സർപ്പാരാധന പല രീതിയിൽ നടത്തുന്നവരുണ്ട്. കേരളത്തിൻ്റെ മാതൃക ദ്രാവിഡ ശൈലിയിലുള്ളതാണ്. കേരളത്തിലെ സർപ്പാരാധനയുടെ ചരിത്രം കേരളോൽപ്പത്തിയിലും പരശുരാമനിലും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നിബിഡ വനം പോലെ വിവിധ സസ്യജാലങ്ങൾ തഴച്ചു വളർന്നു നിൽക്കുന്ന കാവുകളിൽ ഈ സർപ്പങ്ങൾ സ്വച്ഛന്തം വിഹരിച്ചു. സർപ്പങ്ങൾ പരദേവതകളായിട്ടുള്ള പല കുടുംബക്കാരുമുണ്ട്. പറയട്ടെ, എൻ്റെ കുടുംബക്ഷേത്രത്തിലും എൻ്റെ പരദേവതയും സർപ്പം തന്നെയാണ് കേട്ടോ. നാഗത്താന്മാരും നാഗയക്ഷികളും തങ്ങളുടെ സന്തതി പരമ്പരകളെ കാത്തു രക്ഷിക്കണേ എന്ന് പാടുന്ന പുള്ളുവൻ പാട്ടുകൾ, അതിൻ്റെ ഈണങ്ങൾ ഇന്നും മലയാളികൾക്ക് സുപരിചിതമാണല്ലോ. ഇനി കന്നിമാസത്തിലെ ആയില്യത്തിൻ്റെ പ്രത്യേകതയിലേക്ക് വരാം. പലർക്കും സർപ്പങ്ങൾക്ക് 100 പാലും കഴിപ്പിക്കുന്ന ഒരു ദിനം. അതിലുപരി എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? സൂര്യചന്ദ്രന്മാർ കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷങ്ങളായിട്ട് നിൽക്കുന്ന ദൈവങ്ങളാണ് നാഗത്താന്മാർ. തങ്ങളുടെ സന്തതി പരമ്പരകളെ കാത്തുരക്ഷിക്കുവാനും രോഗശമനത്തിനും വർഷങ്ങളായിട്ട് ചരിത്രകാലം മുതൽ തന്നെ നമ്മൾ സർപ്പങ്ങളെ ആരാധിക്കുന്നു. വളരെ ശുദ്ധിയോടുകൂടിയിട്ട് ആചരിക്കേണ്ടതാണ് കന്നിമാസത്തിലെ ആയില്യം. സർപ്പങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് വളരെ ശുദ്ധി നന്നായിട്ട് പരിപാലിച്ച് പോരേണ്ട ഒന്നാണ്. സാധാരണ പോലെ ഒരു ദൈവങ്ങളെക്കാളും കൂടുതൽ ഒരു അശുദ്ധി അവർക്ക് തീരെ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ തന്നെ പല ആളുകളുടെ അവർക്കുണ്ടായ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അശുദ്ധിയായിട്ട് വരുമ്പോൾ പറമ്പിൽ സർപ്പങ്ങളെ കണ്ടു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അത് കണ്ടിട്ടുണ്ട്. അത് വെറുതെ ഒരു ആരൊക്കെ പറഞ്ഞൊരു ഫള്ളായിട്ടൊന്നും അത് വെക്കാൻ പറ്റില്ല. കാരണം അത് കൺമുന്നിലുള്ളതാണ്. വീട്ടിലെന്തെങ്കിലും അശുദ്ധിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ചിലപ്പോൾ ആ പറമ്പിലെ സർപ്പങ്ങളുടെ പോക്ക് വരവുള്ളതായിരിക്കും. അപ്പോൾ അങ്ങായിട്ട് ആരെയും അത് ഉപദ്രവിക്കണമെന്നില്ല. പക്ഷെ അങ്ങായിട്ട് ആ ഓരോ പറമ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ സർപ്പങ്ങൾ പിന്നെ ആളുകളുടെ കൺമുന്നിലേക്ക് വന്ന് നിൽക്കാൻ തുടങ്ങുകയും പിന്നീട് നോക്കുമ്പോൾ പെട്ടെന്ന് അവരെ കാണാതാവുകയും അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ കുറച്ച് പേര് അത് പറയുന്നത് നേരിട്ട് കേൾക്കാനും എനിക്ക് ഇടയായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശുദ്ധിയോട് കൂടിയിട്ട് വേണം ആയില്യം നമ്മൾ ആചരിക്കാൻ. അത് ഈ ആയില്യം തന്നെയില്ല, കന്നിമാസത്തിലെ ആയില്യത്തിന് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം പറയില്ലേ, ഗുരുവായൂർ ഏകാദശി ഒരു പ്രത്യേകത ഉള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ബാക്കി എല്ലാ ഏകാദശിയും വേണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. അതുപോലെ തന്നെയാണ് കന്നിമാസത്തിലെ ആയില്യത്തിന് അതിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ തന്നെ ബാക്കി ഏത് ആയില്യത്തിനായിക്കോട്ടെ അതൊരു ആയില്യം തന്നെയില്ല. സർപ്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചെന്നോ അതിനൊരു പ്രത്യേക ശുദ്ധിയും നിഷ്ഠയും ചിട്ടയും കുടുംബത്തിലെല്ലാവരും കൂടിയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. കന്നിമാസത്തിലെ ആയില്യത്തിന് വ്രതമെടുക്കുന്നവരുണ്ട്. ഏത് വ്രതത്തിനെയും പോലെ തലേ ദിവസം തന്നെ ഒരിക്കലുണ്ട് വളരെ നിഷ്ഠയോടുകൂടി തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ അത് ആചരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വ്രതമെടുക്കുന്നവരെക്കാളും അന്ന് അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ നാഗപ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സർപ്പങ്ങൾക്ക് 100 പാലും അല്ലെങ്കിൽ ആയില്യം പൂജ കഴിപ്പിക്കുക, അങ്ങനെ പായസ നിവേദ്യം നടത്തുക, മഞ്ഞളും അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ അഭിഷേകം നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും തലേ ദിവസമേ അതിനനുസരിച്ചൊരു ചിട്ടയോട് കൂടിയിട്ട് തന്നെ ഒരു നിഷ്ഠയോട് കൂടിയിട്ട് ആ ഒരു സമയത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മറ്റുള്ള ഒരു ഇതല്ല. ഇപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ പോട്ടെ സാരില്ല, പോട്ടെ കുട്ടികളല്ലേ എന്നൊക്കെ ഉള്ളൊരു വിചാരം ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഭഗവാനൊക്കെ അത് ക്ഷമിക്കത്തില്ല. പക്ഷേ സർപ്പങ്ങൾ എന്ന് വെച്ചാൽ ക്ഷമയില്ല എന്നല്ല, പക്ഷേ അവരുടെ ചില ആളുകളെ ഉപാസിക്കേണ്ട രീതി ഉണ്ടല്ലോ, അതിൽ തന്നെ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ
നിഷ്ഠയും ചിട്ടയും വേണ്ടത്. അതിൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും വെടിഞ്ഞ് ബ്രഹ്മചര്യം കാത്ത് അങ്ങനെയൊക്കെയാണ് ഓരോ വ്രതത്തിൻ്റെ നിഷ്ഠ. പ്രത്യേകിച്ചും ഈ സർപ്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ പ്രത്യേകിച്ചും അത് നോക്കേണ്ട കാര്യമാണ്. ഈ ആയില്യം പൂജയ്ക്കായിക്കോട്ടെ, പായസം കഴിപ്പിച്ചിട്ടുള്ളതായിക്കോട്ടെ, നമ്മൾ വെറുതെ ചീട്ടാക്കി പോയിട്ട് നമ്മൾ പിന്നെ ആ ചീട്ടാക്കിയല്ലോ കുഴപ്പമില്ല അങ്ങനെ ഇപ്പോൾ രസീത് കാണിച്ചിട്ട് സർപ്പം അനുഗ്രഹിക്കുന്നൊന്നും അങ്ങനെയല്ല കേട്ടോ വേണ്ടത്. നമ്മളിപ്പോൾ പൂജയിൽ അത് നമ്മളത് പൂജ നമ്മളെ കഴിപ്പിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കഴിപ്പിക്കാൻ സാധിക്കില്ല, അതിനിപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും അത്രയ്ക്കൊന്നും ഇല്ല, ഇപ്പം അമ്പലത്തിലൊന്നും പോയി അങ്ങനെ ഒരു വലിയൊരു തുക ഈടാക്കുന്ന വഴിപാടൊന്നും അല്ല ഈ ആയില്യം പൂജയൊന്നും. എന്നാലും ഇനി അതിന് സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ആ ഭഗവാന്റെ മുന്നിൽ, ആ നാഗത്താന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഈ പൂജയൊക്കെ കഴിക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ വേറെ ഒന്നിലും മനസ്സ് പോവാതെ ആ ഭഗവാനിൽ തന്നെ, നാഗത്താന്മാരിൽ തന്നെ നമ്മൾ ധ്യാനനിരതരായിട്ട് നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവസാനം ഒരു നുള്ള മഞ്ഞളെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നത് തൊടുന്നത് തന്നെ അനുഗ്രഹമാണ്. വെറുതെ ഒരു വഴിപാടെന്നുള്ള പോലെ കന്യമാസത്തിലായില്ലാണോ അല്ലെങ്കിൽ ഈ മാസത്തിലായില്ലാണോ എന്നാൽ ഒരു വഴിപാട് അങ്ങോട്ട് കഴിച്ചേക്കാം, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെയല്ല അതിൻ്റെ മാർഗം വേണ്ടത് കേട്ടോ. അപ്പോൾ 100 പാലും ആയിക്കോട്ടെ, മഞ്ഞളിൻ്റെ അഭിഷേകം ആയിക്കോട്ടെ, ഏതായാലും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം. അതാണെങ്കിൽ അതിന് ഫലം ഉറപ്പാണ്. നമുക്കറിയാം ഒരുപാട് നമ്മുടെ കേരളത്തിൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ള നാഗപ്രതിഷ്ഠകളുണ്ടല്ലേ. വെട്ടിക്കാടായിക്കോട്ടെ, അതുപോലെ തന്നെ മണ്ണാർശാല ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ഈ പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠകളായിട്ട് ചിലപ്പോൾ മെയിൻ തന്നെ അവർ സർപ്പങ്ങളാവണമെന്നില്ല. ചില അമ്പലങ്ങളിലെ പ്രതിഷ്ഠകളിൽ തന്നെ നല്ല വലിയ സർപ്പത്തിൻ്റെ കാവുകളുള്ള സ്ഥലങ്ങളുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ സർപ്പപ്രതിഷ്ഠയും അങ്ങനത്തെ കാവുകളൊന്നും ഇല്ലാത്ത അമ്പലങ്ങൾ തന്നെ വിരളമാണ് അല്ലേ. ആറ്റുകാലമ്മയുടെ സന്നിധിയിലുണ്ടല്ലോ. അതുപോലെ തന്നെ ഗുരുവായൂർ കുറച്ചും നീങ്ങിയിട്ടാണെങ്കിൽ തന്നെ അവിടെ സർപ്പക്കാവുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ കാര്യം വെച്ചാൽ അവിടെ ഇപ്പോൾ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് സർപ്പക്കാവുള്ളത്. അവിടെയും സർപ്പപൂജയും ആയില്യം പൂജയൊക്കെ പതിവാണ്. അങ്ങനെ ഒരുപാട് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും സർപ്പപ്രതിഷ്ഠയുണ്ട്. നോക്കൂ, ഇപ്പോൾ ശിവനായിക്കോട്ടെ, ഹരിഹരനായിക്കോട്ടെ, നിങ്ങൾ ശൈവരോ വൈഷ്ണവരോ ആയിക്കോട്ടെ, സർപ്പങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ശിവൻ ആഭരണമാണെങ്കിൽ അനന്തൻ്റെ പുറത്താണ് ഭഗവാൻ മഹാവിഷ്ണു ശയിക്കുന്നത്. നമ്മുടെ പല ഗണപതിയുടെ തന്നെ ഒരു എന്താണ് ഒരു അരഞ്ഞാണം പോലെ പാമ്പിനെ കെട്ടിയിട്ടുള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ. സുബ്രഹ്മണ്യ സ്വാമിയും സർപ്പമായിട്ടുള്ള ബന്ധം തന്നെ എത്രയാണ്. സുബ്രഹ്മണ്യ സ്വാമി അങ്ങനെ സർപ്പായുധത്തിലാവുന്നതിൻ്റെ ആ ഒരു ഇതിലാണ് പാർവതി ദേവി ഷഷ്ടിവ്രതം തന്നെ തുടങ്ങിയത്. സർപ്പങ്ങളുമായിട്ടുള്ള ബന്ധം അതൊന്നും നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. ഇത് കേരളത്തിൽ മാത്രമാണോ? അല്ല, തമിഴ്നാട്ടിലായിക്കോട്ടെ, കർണാടകത്തിലായിക്കോട്ടെ, ആന്ധ്രയിലായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ നമ്മുടെ ഈ സർപ്പങ്ങളെ ആരാധിക്കുന്നൊരു ദ്രാവിഡ ശൈലിയിൽ പ്രത്യേകിച്ചും ഉണ്ട്. പ്രത്യേകിച്ചും ശിവാരാധനയുള്ള സ്ഥലത്തൊക്കെ സർപ്പങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ പെരിങ്ങോട് അടുത്തിട്ടുള്ള അഖിലാണ ശിവക്ഷേത്രത്തിലൊക്കെ പണ്ട് എവിടെയെങ്കിലുമൊക്കെ വീടുകളിലൊക്കെ പറമ്പിലൊക്കെ നമുക്ക് ഉപദ്രവങ്ങളായിട്ടുള്ള സർപ്പങ്ങളൊക്കെ കിട്ടുക അവിടെ വന്നിട്ട് തുറന്നു വിടുത്തറേ. പക്ഷെ പിന്നീട് ഒരിക്കലും ആളുകൾക്കൊരു ഉപദ്രവമായിട്ട് അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ചിട്ട് ഒരു ദംശനമോ അല്ലെങ്കിൽ വിഷം തീണ്ടലോ ആർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള നമ്മൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതിനെ വെറും ഒരു കെട്ടുകഥകളായിട്ട് തള്ളിക്കളയാം. പക്ഷേ അത് അനുഭവമുള്ളവർക്ക് അതൊരിക്കലും അത് സാധിക്കില്ല അല്ലേ. സന്തതി പരമ്പരകൾക്ക് തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സന്തതി പരമ്പരകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് സർപ്പങ്ങളെയാണ്. മണ്ണാറശാലയും ഉരുളികമഴത്തിലൊക്കെ നമുക്ക് പ്രസിദ്ധമാണല്ലോ അല്ലേ. അങ്ങനെ ആ കാര്യത്തിലും അതുപോലെ ത്വക്ക് രോഗം വന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ത്വക്ക് രോഗം പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ, വിഷം വരികയാണെങ്കിൽ, രാഹുദശയാണെങ്കിൽ ഒക്കെ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? സർപ്പങ്ങളെയാണ് അല്ലേ, നാഗദൈവങ്ങളെയാണ്. ഇപ്പോഴും ഇല്ലേ നമ്മൾ ഓരോ അമ്പലത്തിലൊക്കെ പോയപ്പോൾ ഏറ്റുമാനൂരൊക്കെ പോയാൽ കാണാമല്ലോ പുള്ളുവൻ പാട്ടൊക്കെ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്നത്. നമ്മൾ ഉണ്ണികളുടെയൊക്കെ പേര് പറഞ്ഞ് നാവേറ് പാടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ നാവേറ് ദോഷം പോട്ടെ എന്നുള്ളതാണ്. അങ്ങനെ കൂടി നമ്മുടെ ജീവിതത്തിലെ സകല സമസ്ത മേഖലകളിലും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ നമ്മുടെ സന്തതി പരമ്പരകളുടെ അല്ലേ, നമ്മുടെ ഒരു ശിഷ്ടകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സന്തതി പരമ്പരകളിലൂടെയാണ് വംശം നിൽക്കേണ്ടത്. അവരുടെ എല്ലാ നന്മയ്ക്കും വേണ്ടിയിട്ട് എല്ലാത്തിനും നമ്മൾ ആശ്രയിക്കുന്നത് നാഗത്താന്മാരെ തന്നെയാണല്ലേ.
കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ പണ്ട് തൊട്ടിട്ടേ ഉള്ളൊരു ആരാധനാ ശൈലി, പല ആര്യന്മാരുടെ ശൈലി എന്ന് തന്നെ ഞാൻ പറയാം. ആ ഒരു സമയത്ത് പോലും ദ്രാവിഡ രീതിയിൽ നമ്മുടേതായിട്ടുള്ള പശ്ചിമഘട്ടത്തിലും അങ്ങനത്തെയൊക്കെയുള്ള പല രീതികളിലും ഒരുപാട് സർപ്പക്കാവുകളും അതിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളുമുണ്ട്. ഇന്ന് പല തറവാടുകളും അങ്ങനത്തെ സർപ്പക്കാവുകളെയൊക്കെ മാറ്റി അതല്ലെങ്കിൽ വേറൊരു അമ്പലത്തിലേക്ക് അതിൻ്റെ ആ ഒരു പ്രതിഷ്ഠയെ കൊടുത്തു, അങ്ങനെ പലതും വരാം. അപ്പം എൻ്റെ അച്ഛൻ തന്നെ പല ദേവപ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ നിന്നൊക്കെയുള്ള ഒരു ആചാര്യന്മാരുള്ള സംവാദങ്ങളിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, അവനവൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഏതെങ്കിലും നാഗാരാധന ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ തങ്ങൾ കഴിയെങ്കിൽ മാക്സിമം ആ നാഗാരാധന തുടരാൻ തന്നെയാണ്. ആ ഒരു കാവുകൾ സംരക്ഷിക്കപ്പെടണം. കാവുകൾ സംരക്ഷിക്കപ്പെടുന്നവരും ഒരു വിശ്വാസങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പ്രകൃതിയുടെ സംരക്ഷണത്തിൻ്റെ ഒരു വലിയ കാര്യമുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, ഏറ്റവും തണുപ്പത്ത് അത്രയും എന്താണ് ശരിക്കും നല്ല ഒരു കാവിൻ്റെ ഒക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ സൂര്യരശ്മി തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇറങ്ങി വരിക. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ പരദേവത സർപ്പങ്ങളാണെന്നുള്ളത്. ഞങ്ങളുടെ കാവിൻ്റെ അകത്തൊക്കെ ശരിക്കും പോയി കഴിഞ്ഞാൽ, ശരിക്കും വന്നു കഴിഞ്ഞാൽ ഒരു പകലാണെങ്കിലും ഒരു നല്ല നട്ടുച്ചയാണെങ്കിലും ഒരു വളരെ ശാന്തതയും കുളിർമയാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ തന്നെ ഒരു വലിയൊരു ഉദാത്തമായിട്ടുള്ള ഉദാഹരണമാണ് സർപ്പക്കാവുകൾ. പണ്ട് എത്രയോ തറവാടുകളിൽ വൈകുന്നേരങ്ങളിൽ സർപ്പത്തിന് തിരിവെക്കാനൊക്കെ ആൾക്കാർ പോയിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും ഇല്ല. എന്നാൽ ഒന്നും പറയാൻ വയ്യ, നമ്മുടെ ജീവിതശൈലി അങ്ങനെയാണ്. നമ്മളിപ്പോൾ വിചാരിച്ച എത്രയോ ആൾക്കാർ തന്നെ സ്ഥലത്തില്ല അല്ലേ. എല്ലാ മക്കളും കുട്ടികളും ഒക്കെ വിദേശത്താണ്. ആൾക്കാർക്ക് വയ്യാച്ചാൽ ഒന്നും പറയാൻ വയ്യ. പക്ഷെ മാക്സിമം ഇതുണ്ടെങ്കിൽ, കാരണം നിങ്ങളത് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നാഗാരാധനയ്ക്ക് സർപ്പങ്ങൾക്കൊരു കോട്ടം പറ്റിയാൽ അത് നമ്മൾ വെച്ചു പോരുന്നൊരു ശീലമാണെങ്കിൽ അത് തെറ്റായി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അതിപ്പോൾ നിങ്ങൾ കേരളത്തിൽ തന്നെ ജീവിക്കണമെന്നില്ല, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് മണ്ണാറശാലയ്ക്കോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും വഴിപാടിന് പോവുകയോ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ ആയിട്ടുള്ള ആ വെച്ചാരാധനാ രീതി ഇനി എന്ത് ചെയ്യണം എന്നുള്ള, അതിനെ എങ്ങനെ കാവുകയൊക്കെ പിന്നെയും ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റി വലിയ ഒരു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പേര് പറയുന്നില്ല, പലർക്കും ഇത് കേട്ടാൽ മനസ്സിലാവും. വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു സാഹിത്യകാരി മരിച്ചു പോയപ്പോൾ അവരുടെ തറവാട്ട് വീട്ടിലൊരു നാഗപ്രതിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നു, വളരെ കാവുകളൊക്കെ കൂടിയിട്ട്. അപ്പോൾ ചില സർക്കാർ അതിനെ ഏറ്റെടുത്തു. പക്ഷേ ഇത് സർക്കാരിന് തന്നെ അറിവോടെയല്ല, ഇതിന് കരാറെടുത്ത ആളായിക്കോട്ടെ, ആ ഭാഗത്തൊക്കെ സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ നല്ല എന്താണ് കോൺക്രീറ്റും അതുപോലെ തന്നെ വലിയ ടൈൽസൊക്കെ പാകി ഭയങ്കര അതിൽ ഒക്കെ വെച്ചിട്ട് ആ വൃക്ഷങ്ങളൊക്കെ വെട്ടി അങ്ങ് വെച്ചു. കാണുമ്പോൾ എന്താ നല്ല ഭംഗിയിൽ ഇതിരിക്കുന്നു. പക്ഷെ അതാണോ വേണ്ടത്? ആ വൃക്ഷങ്ങളിലാണ് ഇവരിയ്ക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പല സ്ഥലത്തും പോകുമ്പോൾ സർപ്പങ്ങളുടെ അവിടെയൊക്കെ പോകുമ്പോൾ ഒരു നല്ല മരത്തിൻ്റെ തണലില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു സങ്കടം തോന്നുന്നുണ്ട്. കാരണം അവരങ്ങനെ വെയിൽ കൊള്ളുന്ന ഒരു തരത്തിലുള്ള പ്രതിഷ്ഠയല്ല നാഗങ്ങളുടേത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ അവരുടെ ഇത് എപ്പോഴും കാവുകളുടെ അകത്ത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്വച്ഛന്തമായിട്ടുള്ള കുളിർമയിലായിരിക്കണം ഇരിക്കേണ്ടത്. വെയിൽ കൊണ്ടിരിക്കുന്ന നാഗപ്രതിഷ്ഠകൾ എനിക്കറിയില്ല ഇനി അങ്ങനെ പാടുമെന്ന്. എനിക്ക് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ അത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ നമ്മളുടെ കണ്ട നമുക്ക് പ്രത്യക്ഷമാവുന്ന നാഗദൈവങ്ങളാണുള്ളത്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാണ്ട്, നമ്മളുടെ ഏറ്റവും കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള നാഗക്ഷേത്രമായിട്ടുള്ള മണ്ണാറശാലയിലെ ആയില്യം പക്ഷേ കന്നിമാസത്തിലെ ആയില്യം അല്ല കേട്ടോ. അത് പറയപ്പെടുന്നത് കന്നിയിലല്ല, അത് തുലാമാസത്തിലാണ് മണ്ണാറശാല ആയില്യം ഉള്ളത്. അതിൻ്റെ കഥ ആ ഒരു സമയത്ത് ഞാൻ പറയാം, എന്തുകൊണ്ടാണ് മണ്ണാറശാല ആയില്യം കന്നിമാസത്തിലാവാത്തത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതല്ലാത്ത പക്ഷം ബാക്കി എല്ലാ ആയില്യങ്ങളും, അതുപോലെ എൻ്റെ പരദേവതയായിട്ടുള്ള ആ ക്ഷേത്രത്തിലും ആയില്യം ആചരിക്കുന്നത് തുലാമാസത്തിലാണ്, കന്നിമാസത്തിലല്ല. പക്ഷെ എത്രയോ സ്ഥലങ്ങളിലുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ അവിടെയും തറവാട് വീട്ടുകളിലും നാഗത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ചില ഈ വൃശ്ചിക മാസത്തിലൊക്കെ അവിടെ വന്ന് സർപ്പത്തിന് പുണ്യാഹവും അവിടെ ചെറിയ പൂജകളൊക്കെ നടത്താറുണ്ട്. ഒരിക്കലും അച്ഛൻ തന്നെ പറഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ തറവാട്ടിലെ ഒരുവിധ ആൾക്കാരൊക്കെ ആ സമയത്ത് അവിടെ വരാറുണ്ട്. അത് നമ്മുടെ തറവാടിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എൻ്റെ പരദേവത തന്നെ അമ്മയുടെ വശം കൊണ്ട് പറയുകയാണ്, അതല്ലാതെ അച്ഛൻ്റെ വീട്ടിലുണ്ട് സർപ്പത്തിൻ്റെ ആരാധനയൊക്കെ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത്
പക്ഷെ അച്ഛൻ അന്ന് ജോലി സംബന്ധമായിട്ട് കുറച്ച് വരാൻ വൈകി. അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഏകദേശം ആ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞത്. എന്നാലും വിളക്കൊന്നും കേട്ടിട്ടില്ലല്ലോ, പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കാവിൻ്റെ അവിടെ പോകുമ്പോൾ അവിടെ സർപ്പം ഉണ്ടെന്നാണ് അച്ഛൻ കണ്ടു. അച്ഛനെന്ന് കണ്ടിട്ട് അത് തിരിച്ച് പിന്നാക്കം പോയി എന്നും പറഞ്ഞു. പക്ഷെ അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കാവിൻ്റെ അതൊന്നും വെറുതെ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയതല്ല, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയതൊന്നുമല്ല. അവർ പൂജ ചെയ്ത സ്ഥലത്ത് അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അച്ഛനത് കാണുകയും ചെയ്തു. പിന്നെ അച്ഛനും കൂടുതൽ അവിടെ നിന്നില്ലേ, തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്, അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അധികം പോവരുതെന്നൊക്കെ പറയാൻ ഇതിൻ്റെ എന്തൊക്കെയുണ്ട്. നമുക്കറിയാത്തതെല്ലാം തെറ്റാണ്, മിഥ്യയാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. സാധാരണ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ മത്സ്യമാംസാദികൾ ഈവൻ മുട്ടയാണെങ്കിൽ തന്നെ നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ അത് തൊട്ടിട്ട് പോവോ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. പക്ഷേ ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ എൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ടായിരിക്കാം. ഞാൻ ആദ്യമായിട്ട് ഒരു അമ്പലത്തിൻ്റെ അവിടെ മുട്ട കയറ്റുന്നത് കാണുന്നത് ഈ പെരളശ്ശേരി അമ്പലത്തിലാണ്. ഇല്ല, ഞാൻ മുത്തപ്പൻകാവ് അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു സുബ്രഹ്മണ്യൻ്റെ അമ്പലം ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത് എനിക്കതിനെ വടക്കൻ കേരളത്തിലെ അമ്പലങ്ങളുമായിട്ട് കുറച്ച് പരിചയമേ ഉള്ളൂ. ഞാൻ മധ്യ കേരളത്തിലാണ് എൻ്റെ താമസം. തൃശ്ശൂർ, പാലക്കാടൊക്കെയാണ് കൂടുതൽ എനിക്കറിയാം. പക്ഷേ ഇവിടെ പോയപ്പോൾ അങ്ങനെ ചോദിപ്പോൾ മറ്റേ അമ്പലത്തിൻ്റെ അടുത്തേക്കല്ല, സുബ്രഹ്മണ്യ സ്വാമിയുടെ ആ ഭാഗത്തേക്കല്ല, അവിടെ സർപ്പങ്ങൾക്ക് വളരെ പ്രശസ്തമാണ്. പെരളശ്ശേരി അമ്പലത്തിൻ്റെ കുളമൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ സർപ്പങ്ങളിൽ പോകുമ്പോൾ അവിടെ മുട്ട നമ്മൾ ഭഗവാന് നാഗങ്ങൾക്ക് സമർപ്പിക്കുക. അപ്പം ഞാൻ അവിടുത്തെ ഒരു തിരുമേനിയായിട്ട് ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, അപ്പം അന്ന് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ പല മുട്ടകളും ഉടച്ചിട്ടുണ്ടാവും അത്രേ. അതായത് സർപ്പങ്ങൾ വന്നിട്ട് അത് സ്വീകരിച്ചു എന്നുള്ളതാണ് അവരതിൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ നൂറും പാലും ആയിക്കോട്ടെ, ഇങ്ങനത്തെ നമ്മളുടെ ആ നാട്ടുമ്പുറത്ത് ആചരിച്ച് വരുന്ന ഏത് ശീലവും ആയിക്കോട്ടെ, അത് എത്രയോ വർഷങ്ങളായിട്ട് ആളുകൾ കൽപ്പിച്ചു പോരുന്നതാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും അതിൻ്റെ ഒരു യുക്തി ഇതാക്കാനൊന്നും ആർക്കും അതിൽ അവകാശമില്ല കേട്ടോ. അപ്പോൾ അതും നമ്മൾ പറയണം. എന്താണോ നമ്മുടെ ആചാരമായിട്ട് നമ്മൾ തുടർന്ന് പോരുന്നത് വർഷങ്ങളായിട്ട്, വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30 വർഷം എന്നല്ല, അതിലും ഉപരി നമ്മൾ പരമ്പരകളായിട്ട് എന്താണോ ആചരിച്ചു പോരുന്നത് അതിനെ പിന്തുടർന്ന് പോവുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യം. രാഹുദശയുടെ നടുക്കലത്തെ ഭാഗം നന്നെന്ന് പറയണ പോലെ തന്നെ ഇപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെ പല ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വന്നു കഴിഞ്ഞാൽ പ്രത്യക്ഷങ്ങളായിട്ട് മകമഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറുപടി തരുന്ന ആ ഒരു വിശേഷമായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് ആ ഒരു എല്ലാ ഇതോടും കൂടി നന്നായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ ജീവിതം നന്നായിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ഒരു അനുഭവ കഥ കൂടി ഞാൻ പറഞ്ഞിവിടെ നിർത്തുകയാണ്. പാതിരിക്കുന്നത്ത് മന എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇതിപ്പോൾ ഇതെൻ്റെ അനുഭവമല്ല, എൻ്റെ വേറെ ഒരു സമുദായത്തിലെ, അതായത് ഹൈന്ദവരല്ല, ക്രൈസ്തവമായിട്ടുള്ള ആൾക്കാരുടെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ക്രിസ്തീയരാണ്, അവർക്കതിൽ വിശ്വാസമുണ്ട്. അപ്പോൾ സർപ്പദോഷങ്ങളൊക്കെ അവർക്കും പറയാറുണ്ടല്ലോ. ഇപ്പോൾ വർഗീസ് പുണ്യാളിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ. പക്ഷെ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. ഞാൻ ആളുടെ പേര് ഇവിടെ പറയുന്നില്ല. പണ്ട് ഈ പാതിരിക്കുന്നത്ത് മനക്കിൽ ഇവർ പോയപ്പോൾ ഇവർക്ക് അതിനെ അറിയില്ല, അവിടെ കാവിൻ്റെ അവിടെ ഇവർക്ക് പോകാൻ പാടുമോ അതൊന്നും അറിയാത്തതുകൊണ്ട്, ഇതൊന്നും ഇല്ലാത്തൊരു വൈകിട്ടൊരു 4 മണി 5 മണി സമയത്ത് ഇവർ എൻ്റെ ഇല്ലത്ത് അങ്ങോട്ട് പോയിത്ര. അപ്പോൾ അവിടെ ഉമ്മറത്ത് ആരും കാണാനില്ല. അപ്പോൾ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കയ്യിലെന്തോ പൂവമ്പഴോ എന്തോ അവിടെ കൊടുക്കാൻ, കാവിൽ പാലും എന്തൊക്കെയോ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതെവിടെ വെക്കേണ്ട, അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും, അത് ഇവിടുന്ന് അത് സ്വീകരിക്കുകയൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവരത് ചോദിക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ ആരും ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അതായത് ഷു ഷു എന്നൊരു സൗണ്ട് കേട്ടു അത്രേ. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ആ വീടിൻ്റെ ഉമ്മറത്ത്, ഈ ഇല്ലത്തിൻ്റെ ഉമ്മറത്ത് ഒരു സർപ്പം ഇങ്ങനെ നിന്നു എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഇല്ലത്തിൻ്റെ അകത്തുനിന്ന് ആൾ വന്ന് എന്താ ചോദിക്കലും, പിന്നെ ഇവർ നോക്കുമ്പോൾ ഈ സർപ്പത്തെ കണ്ടിട്ടുമില്ല അത്രേ. ഇത് അനുഭവമാണ്, ഇത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ പക്ഷെ അന്ന് കുട്ടിയാണ്, പക്ഷെ ആ കുട്ടിക്കാലത്ത് പോലും ഈ ഒരു കഥ എൻ്റെ മനസ്സിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചപ്പോൾ എന്തേ കാര്യം ചോദിച്ചപ്പോൾ ഒന്നുമില്ല. പിന്നെ ഇവർ നടന്നത് പറഞ്ഞു, അതാണ് സംഭാഷണമായി. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലേ ചോദിച്ചപ്പോൾ ആരുടെ അടുത്താണ് വന്ന് ചോദിക്കാൻ, ആരുടെ സന്നിധിയിലാണ് പോയി ചോദിച്ചത് ഇവിടെ ആരും ഇല്ലേന്ന്. അപ്പോൾ അതിന് ചിലപ്പോൾ മറുപടി തന്നതായിരിക്കാം അല്ലേ. അങ്ങനെ എല്ലാമായിട്ടുള്ള ആ സാക്ഷാൽ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ട് നല്ലൊരു രീതിയിൽ ഈ കന്നിമാസത്തിലായില്യം എല്ലാവർക്കും സന്തോഷമായിട്ട് ആ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ
വെറും ഒരു രസീതിൽ ചീട്ടിൽ ഒതുങ്ങാതെ അത്യന്തം നന്നായിട്ട് നിഷ്ഠയോട് കൂടിയിട്ട് ഇത് നന്നായിട്ട് ആചരിച്ച് ഭഗവാന്റെ പ്രസാദം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.